ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം ചെറുപുഴ കൃഷിഭവനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ST വിഭാഗത്തിനുള്ള സുസ്ഥിര വികസന പദ്ധതി സംഘടിപ്പിച്ചു. ചടങ്ങിൽ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ സ്വാഗതം ആശംസിച്ചു. കൃഷി ഓഫീസർ അഞ്ജു P അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ വിക്രം HC നടീൽ വസ്തുക്കളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ, മുഹമ്മദ് കുഞ്ഞി MPP, സുരേഷ് മേലേത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SC സമുദായ സംഘം പ്രസിഡന്റ് മധു P നന്ദി രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് നമ്മളൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സർവേ പ്രകാരമാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധ്യക്ഷ പദം അലങ്കരിച്ച് ബാക്കി പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രിയപ്പെട്ട കൃഷി ഓഫീസറെ ക്ഷണിച്ചു കൊള്ളുന്നു. പരിപാടിയാണ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോടിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പട്ടികജാതി ഉപപദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. അത് കണ്ണൂർ ജില്ലയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മുടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. അപ്പം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ ഈ പദ്ധതിയിൽ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പം വളരെയധികം കർഷകരുള്ള നമ്മളിപ്പോൾ SC/ST മേഖലയിൽ തന്നെ വളരെയധികം നല്ല കർഷകരുള്ളൊരു മേഖലയാണ് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. അപ്പം ഇത്തരത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പാദന ഉപാധികൾ, നടീൽ വസ്തുക്കൾ ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് വളം വിതരണവും നടത്തിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ഉൽപ്പാദനം കൈവരിക്കുകയും അതിൻ്റെ വിപണനം വരെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തന്നെ ഞാനൊരു നന്ദി പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെയൊരു പദ്ധതിക്കായി നമ്മുടെ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നതും അതുതന്നെയാണ്. നടീൽ വസ്തുക്കളും വളവും വേണ്ടത്ര ഉപദേശങ്ങളും എങ്ങനെയൊക്കെയാണിത് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവന്നു തരുന്ന പരിപാടിയാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് പന്നിയൂർ ഗവേഷണ കേന്ദ്രമാണ്. വെറും കുരുമുളക്, ഞാൻ ഡോക്ടർ വിക്രമുമായി സംസാരിച്ചിരുന്നു, വെറും കുരുമുളക് മാത്രമല്ല മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട സംവിധാനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയും 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് നടത്തുകയുമാണ് ചെയ്യുക. ആ 1 വർഷം കൊണ്ട് നമുക്കിതിൻ്റെ എല്ലാം വിളവെടുപ്പൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. എന്നാലും തുടർന്ന് നമ്മളുടെ ജീവിതത്തിന് സഹായകരമായ വിധത്തിൽ ഈ സംവിധാനം നടപ്പിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് മനസ്സിലെ സങ്കല്പം അതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടു കൃഷിയൊക്കെ നടത്തി വരുന്നുണ്ട്. കൂടാതെ റബ്ബർ കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റാണ്. ഏകദേശം 250ഓളം ആളുകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇന്നും റബ്ബർ കർഷക സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ആലപ്പുഴ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വൈസ് പ്രസിഡന്റിനെയാണ് അതിനയച്ചിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായ കൃഷി രീതികൾ എങ്ങനെ നടത്താമെന്ന് റബ്ബർ സംഘം ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെട്ട് നമുക്ക് കൃത്യമായി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. മാത്രമല്ല ആവർത്തന കൃഷി, പുതുകൃഷിയൊക്കെ നടത്തുന്നതിന് ഒരു ഹെക്ടറിന് 75,000 രൂപ സബ്സിഡിയായി നൽകുന്നു. അങ്ങനെ റബ്ബർ ബോർഡ് കൃത്യമായി അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പോലെ തന്നെ ഇപ്പോൾ പന്നിയൂര് നമ്മുടെ ഈ കൃഷി കുരുമുളക് സംബന്ധിച്ച കാര്യങ്ങൾക്കും ഇവർ ശാസ്ത്രീയമായ രീതിയിൽ ഇടപെടുകയും അതുപോലെ തന്നെ ചെറുപുഴ പഞ്ചായത്തിനെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയും തട്ടുമ്പലിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കൃഷി ഓഫീസർക്കും അതിനുള്ള സംഘാടകർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.
SC വിഭാഗത്തിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന സുരേഷിനെ പോലെയുള്ള ആകാശാടിനെ പോലെയുള്ള നിരവധി പേരുണ്ട്. നമ്മൾ ഏത് പരിപാടി അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച് നടപ്പിലാക്കുമെന്നുള്ളത് കൊണ്ടാണ്, ആ വിശ്വാസത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിനോടും നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന ഈ തൈകൾ മുഴുവൻ നമുക്ക് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. ഇങ്ങനൊരു സംരംഭം ഇവിടെ കൊണ്ടുവന്നതിന് വിക്രം സാർ ഉൾപ്പെടെയുള്ള PRSൻ്റെ മേധാവി വിക്രം സാർ, സഞ്ജയ് മാഡം ഉൾപ്പെടെയുള്ളവർക്ക് ആശംസകൾ അറിയിക്കുക. പിന്നെ ഇങ്ങനെ തട്ടുമ്പൽ നമ്മൾ ഈ പിന്നെ സംഘമിത്രിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പല പരിപാടികൾ നടപ്പിലാക്കുന്നതാണ്. അവർ ഇവിടെ ഏർപ്പെടുത്തിയ ഈ അനുമോദനത്തിന് എല്ലാ വിധത്തിലുള്ള നന്ദിയും സംഘമിത്രിയോട് കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു മികച്ച കൃഷി ഉദ്യോഗസ്ഥനാകുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാലാകുന്നതല്ല. നമ്മൾ ഒന്നിച്ചുള്ള സഹപ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന കൃഷിയിടങ്ങളും കർഷകരും, അങ്ങനെ നല്ല മികച്ച കൃഷിയിടങ്ങളും കർഷകരും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ആനുകൂല്യം കൈപ്പറ്റുന്നതിന് അവരെ വിളിച്ചപ്പോൾ അത് 20ഓളം ആയി ചുരുങ്ങിയാണുള്ളത്. ഓടിച്ചാല് മുതൽ നമ്മുടെ ചെറുതാക്കാൻ ഈ കുടുംബങ്ങൾ പോരാ എങ്കിലും തെരഞ്ഞെടുത്ത കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഈ പരിപാടി നടത്തി തട്ടുമൽ പ്രദേശത്ത് കൊണ്ടുവന്നത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ചെറുപുഴ കൃഷി ഭവനിലുള്ള അസിസ്റ്റന്റ് കൃഷി ഓഫീസറും അതിലുപരി നമ്മുടെ കൃഷി ഓഫീസറായ അഞ്ജു മേഡവും അതിലുപരി നമ്മുടെ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ സാറന്മാരുമാണ്. അത് ഈ പരിപാടി തട്ടുമൽ പ്രദേശത്ത് വരേണ്ട പരിപാടിയല്ല എങ്കിൽ കൂടി വളരെ നാളത്തെ പ്രയത്നപരമായിട്ടാണ് നമ്മുടെ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടെ സാധ്യമായത്. ഏകദേശം ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപ വരെ ആനുകൂല്യം നൽകുന്ന 3 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇതെങ്കിലും വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ, മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ, കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യവും. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ്. സന്ദർശിക്കുക. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.